വഴിയിൽ കെട്ടിയ ചെണ്ടയല്ല എസ് എഫ് ഐയും സി പി എമ്മും. എസ് എഫ് ഐയുടെ രക്തം കുടിക്കാൻ അനുവദിക്കില്ല. മുന്നണിയിലുള്ള ആളായാലും പുറത്തുള്ള ആളായാലും ഒരു വിദ്യാർത്ഥി സംഘടനയെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാൻ അനുവദിക്കില്ല. ഇതാണ് ഉദ്ദേശമെങ്കിൽ സമ്മതിക്കില്ല. മുൻ മന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ എ കെ ബാലൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണിത്. ഞങ്ങളാണ് എസ് എഫ് ഐ വളർത്തിയത്, തിരുത്തേണ്ടത് തിരുത്താൻ എസ് എഫ് ഐക്ക് കഴിയും. ബാലൻ സഖാവ് തുടരുന്നു. ചോരച്ചാലുകൾ നീന്തിക്കയറിയ തൂക്കുമരങ്ങളിൽ ഊഞ്ഞാലാടിയ എസ് എഫ് ഐയെക്കുറിച്ച് മുൻ എസ് എഫ് ഐ നേതാവ് കൂടിയായ എ കെ ബാലൻ്റെ പഞ്ച് ഡയലോഗ് കേൾക്കുമ്പോൾ രോമാഞ്ചം തോന്നുക സ്വാഭാവികം. പക്ഷെ എല്ലാവർക്കും രോമാഞ്ചം വരില്ല, അതാണ് കുഴപ്പം. സഖാവെ ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെയോ? സി പി എമ്മിൻ്റെ അവസ്ഥ ഇപ്പോൾ അങ്ങനെയാണ്. എസ് എഫ് ഐയെയും സി പി എമ്മിനെയും ക്രിയാത്മകമായി വിമർശിക്കുന്നവരെ പോലും വർഗശത്രുവായി കാണുക. അസഹിഷ്ണുതയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കും, തങ്ങളുടെ നേർക്കുള്ള വിമർശനങ്ങളെ സഹിക്കില്ല. എന്തൊരു വൈരുദ്ധ്യമാണിത്! സഖാവെ പട്ടി കടിച്ചാൽ ആൻറ്റി റാബീസ് വാക്സിൻ എടുക്കണം. പേയുള്ള പട്ടിയാണെങ്കിലും അല്ലെങ്കിലും അതാണ് രീതി. അല്ലെങ്കിൽ പേ പിടിച്ച് ചത്തുപോകും. റാബീസിന് ചികിത്സയില്ല സഖാവെ, പിടിപെട്ടാൽ നാശം ഉറപ്പ്. എസ് എഫ് ഐയുടെ അവസ്ഥ ഏതാണ്ട് അതാണെന്ന് സഖാവിനും അറിയാം. ആൻറ്റി റാബീസ് വാക്സിൻ കൊടുക്കേണ്ട കാലമായിരിക്കുന്നു. രോഗം മൂർച്ഛിച്ചാൽ പിന്നെ തിരിച്ചു വരില്ല. ജനാധിപത്യപരമായല്ല പല ക്യാമ്പസുകളിലും എസ് എഫ് ഐയുടെ പ്രവർത്തനം. ബാലൻ സഖാവ് നിഷേധിച്ചാൽ ഇല്ലെങ്കിലും അതാണ് അവസ്ഥ. ഇപ്പോൾ മാത്രമല്ല, വളരെ മുമ്പേ തന്നെ അങ്ങനെയാണ്. സോഷ്യലിസവും ജനാധിപത്യവും ഒക്കെ എഴുത്തിലേ ഉള്ളൂ, പ്രവൃത്തിയിൽ പലപ്പോഴും ഉണ്ടാകാറില്ല. പഴയൊരു സംഭവം സഖാവിനെ ഓർമ്മിപ്പിക്കാം, മറന്നിട്ടുണ്ടാവില്ല. അത്രയും കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു. 2000-ലാണ് സംഭവം നടന്നത്. AR നിഷാദിനെ പുതിയ തലമുറയ്ക്ക് അത്ര ഓർമ്മയുണ്ടാവില്ല. പഴയ തലമുറയ്ക്ക് ഓർക്കാൻ ഒരു ക്ലൂ കൂടി തരാം. ചാപ്പകുത്ത് കേസ് ഇപ്പോൾ ഓർമ്മ വരുന്നില്ലേ? AR നിഷാദ് എന്ന വിദ്യാർത്ഥിയുടെ, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ KSU പ്രവർത്തകൻ്റെ മുതുകിലാണ് SFI എന്ന് ചാപ്പകുത്തി സ്വാതന്ത്ര്യവും സോഷ്യലിസവും ജനാധിപത്യവും പുഷ്ടിപ്പെടുത്തിയത്. ഏതാണ്ട് 2 പതിറ്റാണ്ട് മുമ്പ് നടന്ന സംഭവം ഇപ്പോഴും SFIയുടെ തലയിൽ മായാത്ത ചാപ്പയായി പതിഞ്ഞു കിടപ്പുണ്ട്. സംഭവം ഇങ്ങനെ. ലൊക്കേഷൻ യൂണിവേഴ്സിറ്റി കോളേജാണ്. സംഭവം നടന്നത് 2000 നവംബർ 10-ന്. നിലമേൽ NSS കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു നിഷാദ്. നിലമേൽ കോളേജ് യൂണിയൻ്റെ പരിപാടിക്ക് ആളെ ക്ഷണിക്കുന്നതിന് നിഷാദ് യൂണിവേഴ്സിറ്റി കോളേജിലെത്തി. ജനാധിപത്യവാദികളും സോഷ്യലിസ്റ്റുകളും മാനവികതാവാദികളും സഹജീവി സ്നേഹികളുമായ SFIക്കാർ നിഷാദിനെ ക്രൂരമായി മർദ്ദിച്ചു. തുടർന്ന് ഡെസ്കിൽ കിടത്തി മുതുകിൽ കത്തി കൊണ്ട് SFI എന്ന് എഴുതി അഥവാ ചാപ്പകുത്തി. 2000 നവംബർ 8, 9, 10 തീയതികളിൽ കോളേജിലെ SFI നേതാക്കൾക്കൊപ്പമാണ് നിഷാദ് യൂണിവേഴ്സിറ്റി കോളേജിലെത്തിയത്. കോളേജ് യൂണിയൻ ചെയർമാൻ, മാഗസിൻ എഡിറ്റർ, കൗൺസിലർ തുടങ്ങിയവർ ഒപ്പം ഉണ്ടായിരുന്നു. 9-ാം തീയതി നിഷാദും SFI നേതാക്കളും കോളേജിലെത്തിയപ്പോൾ ചില SFI പ്രവർത്തകർ നിഷാദിനെ തിരിച്ചറിഞ്ഞു. 10-ാം തീയതി വൈകുന്നേരം 5 മണിയോടടുപ്പിച്ചാണ് നിഷാദ് വീണ്ടും കോളേജിലെത്തിയത്. കോളേജിലെത്തിയ നിഷാദിനെ യൂണിയൻ മുറിയിലേക്ക് കൊണ്ടുപോയി. ആദ്യം സൗഹൃദ സംഭാഷണമായിരുന്നു, പിന്നീട് ഭീഷണിയും മർദ്ദനവും. ക്രൂരമർദ്ദനത്തിൽ തളർന്ന നിഷാദിനെ മുറിയിലെ ഡെസ്കിൽ കിടത്തി കത്തി കൊണ്ട് SFI എന്ന് മുതുകിൽ വരച്ചു. രാത്രി വൈകി തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വാഹനത്തിലെത്തിച്ചു. ബസ്സിൽ നിലമേലെത്തിയ നിഷാദ് രാവിലെ സുഹൃത്തുക്കളോട് വിവരം പങ്കുവച്ചു. അവർ നിഷാദിനെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയപ്പോഴാണ് മാധ്യമങ്ങൾ സംഭവം അറിഞ്ഞത്. യൂണിവേഴ്സിറ്റി കോളേജിലെ 5 പേരും നിലമേൽ കോളേജിൽ നിന്ന് നിഷാദിനോടൊപ്പം വന്ന 3 പേരും ഉൾപ്പെടെ 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രതികളായ 5 പേരെയും SFI പ്രാഥമികാംഗത്തിൽ നിന്ന് പുറത്താക്കി. കേസിൽ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി 4 പേർക്ക് 2 വർഷം തടവും 20,000 രൂപ പിഴയും ശിക്ഷിച്ചു. എന്നാൽ മേൽക്കോടതി വെറുതെ വിട്ടു. SFIക്ക് ഏറെ നാണക്കേടുണ്ടാക്കിയ, പ്രതിരോധത്തിലാക്കിയ ഈ സംഭവത്തിനൊരു ട്വിസ്റ്റുണ്ട്. നിഷാദിൻ്റെ പുറത്ത് ചാപ്പ കുത്തിയത് SFIക്കാർ തന്നെയാണെന്ന് കേസിലെ പ്രതി MC ശിവപ്രസാദ് പിന്നീട് വെളിപ്പെടുത്തി. കേസിൽ 5 പേർ നിരപരാധികളാണെന്നും യൂണിവേഴ്സിറ്റി കോളേജിലെ തന്നെ മറ്റ് 3 പ്രവർത്തകരാണ് നിഷാദിൻ്റെ ശരീരത്തിൽ SFI എന്ന് എഴുതിയത് എന്നുമാണ് ശിവപ്രസാദ് തുറന്നു പറഞ്ഞത്. യഥാർത്ഥ പ്രതികളെ പിടികൂടിയാൽ സത്യാവസ്ഥ പുറത്തു വരും എന്നതിനാൽ തങ്ങളോട് പ്രതികളാവാൻ പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടു. ജോലി നൽകാമെന്ന് വാഗ്ദാനവും ചെയ്തു. ചാപ്പകുത്തൽ സംഭവത്തിനു ശേഷം വഞ്ചിയൂർ ഏരിയ കമ്മിറ്റിയിലെ മുൻ ഭാരവാഹികളാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചത്. ഇങ്ങനെയായിരുന്നു ശിവപ്രസാദിൻ്റെ വെളിപ്പെടുത്തൽ. ബാലൻ സഖാവിനെ ഇതൊന്നും ഓർമ്മപ്പെടുത്തേണ്ടതില്ല. സഖാവേ, സമൂഹം കുറച്ചുകൂടി ആധുനികമായി. മാധ്യമങ്ങൾ വളർന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ സ്വാധീന ശക്തിയായി വളർന്നു. പഴയതുപോലെ പേപ്പട്ടിയെ പാവം പട്ടിയാക്കുന്ന പരിപാടി ഇനി പ്രയാസമായിരിക്കും. ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, SFIയെയും
CPMനെയും ഒരുപാട് പേർ സ്വപ്നം വിതച്ചാണ് വളർത്തിയത്. അതിൻ്റെ നാശം കാണാൻ ആഗ്രഹിക്കാത്തവർ ഇപ്പോഴും ഉണ്ട്.